Hi all. Today we are going to discuss MCQs from the poem Elegy Written in a Country Churchyard by Thomas Gray. We are going to discuss some important points and also Figaro's speech from this poem. Let's start. Thomas Gray. He is a transitional poet. Transitional poet means bridging the gap between the neoclassical and romantic period. നിയോക്ലാസിക്കിൻ്റെയും റൊമാൻറ്റിക് പീരീഡിൻ്റെയും ആ ഒരു ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ പോയിട്ടാണ് തോമസ് ഗ്രേ. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് വാസ് കംപ്ലീറ്റഡ് ഇൻ 1750. ഡേറ്റ് നോട്ട് ചെയ്തു. ഈ പോം കംപ്ലീറ്റ് ചെയ്തത് 1750 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1751. പബ്ലിഷ്ഡ് ചെയ്ത ഡേറ്റ് 1751. ഇതൊരു 18th century എലിജിയാക് പോയട്രിയാണ്. 18th century എലിജിയാക് പോയട്രിയാണ്. ആൻഡ് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റിലെ ഒറിജിനൽ ടൈറ്റിൽ, പ്ലീസ് നോട്ട് ദാറ്റ് വൺ ഓൾസോ, സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ആണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ടൈറ്റിൽ, മാനുസ്ക്രിപ്റ്റിലുള്ള ഒറിജിനൽ ടൈറ്റിൽ. ഓക്കെ, 32 സ്റ്റാൻസാസ് 128 ലൈൻസ് ആണ്. 32 സ്റ്റാൻസാസ് ഉണ്ട്. ഇത് 128 ലൈൻസ് ആണ്. ഇതിൻ്റെ സബ്ജക്റ്റ് ഹ്യൂമൻ മോർട്ടാലിറ്റി ആണ്. ഹ്യൂമൻ മോർട്ടാലിറ്റി. ഇൻ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റ് ആൻഡ് കോമൺ പീപ്പിൾ. മരണത്തിന് ഗ്രേറ്റ് എന്നോ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഗ്രേ probably sketched this poem when he lived for a short time at സ്റ്റോക്ക് പോജസിൽ താമസിച്ച സമയത്ത് അവിടെ ഒരു ചർച്ച് യാർഡ്, ഒരു ഗ്രേവ് യാർഡ് വിസിറ്റ് ചെയ്ത സമയത്ത് എഴുതിയ ഒരു പോയമാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. ഇത് അയാംബിക് പെൻഡാമീറ്റർ ക്വാട്രെയിൻ ആണ്. അയാംബിക് പെൻഡാമീറ്റർ ക്വാട്രെയിൻ ആൻഡ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, മെഡിറ്റേറ്റീവ് പോം റിട്ടേൺ ഇൻ അയാംബിക് പെൻഡാമീറ്റർ ക്വാട്രെയിൻ. അത് നോട്ട് ചെയ്ത് വെച്ചോണം. പബ്ലിഷ് ചെയ്ത ഇയർ നമ്മൾ നോക്കി 1750. കംപ്ലീറ്റ് ചെയ്തത് 1750. പബ്ലിഷ്ഡ് ഇയർ 1751. ഓക്കെ, ഇതൊരു മെലങ്കോളിക് ടോണി വരുന്ന ഒരു പോമാണ്. ദിസ് ഈസ് ആൻ എലിജി. നമുക്കെന്നൊരു അറിയാം, എലിജി എന്ന് പറയുമ്പോൾ ഒരാളുടെ മരണത്തോടനുബന്ധിച്ച് എഴുതുന്നതാണ്. പക്ഷേ ഈ ഒരു പോം ഒരു പർട്ടിക്കുലർ പേഴ്സണിനെ അല്ല, മൊത്തത്തിലൊരു മരണം ഒരാളിനെ പർട്ടിക്കുലർലി എടുത്ത് പറയുന്നില്ല ഈ ഒരു എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡിലൊക്കെ. പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, തോമസ് ഗ്രേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പീപ്പിൾ ഇതെഴുതാനായിട്ട്. പക്ഷേ ഈ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കോമൺ ആയിട്ട് എഴുതിയേക്കുന്ന പോമാണ്. ഒരു ഗ്രേവ് യാർഡിൽ പോയിരുന്ന് എഴുതുന്നതാണ്. അവിടുത്തെ ജനങ്ങൾ, പഴയ അവിടെ താമസിച്ചിരുന്ന നേരത്തെ ഉള്ള ആൻസിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ എഴുതുന്നൊരു പോയമായിട്ടാണ് പറയുന്നത്. ഓക്കെ, ദ ചർച്ച് യാർഡ് ഇൻ ദ പോയം ഈസ് ബിലീവ്ഡ് ടു ബി ദാറ്റ് ഓഫ് സ്റ്റോക്ക് പോജസ്. ആ ചർച്ച് യാർഡിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോണം. സ്റ്റോക്ക് പോജസ് എന്നാണ് ചർച്ച് യാർഡിൻ്റെ നെയിം. ഓക്കെ, ഈ ഒരു പോയത്തിന് വരാൻ സാധ്യത കൂടുതലും ചാൻസസ് ഫിഗറോ സ്പീച്ചസ് ആണ്. നമുക്ക് 2015 HSA ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്നത് ഫിഗറോ സ്പീച്ചിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പോയത്തിലെ ഫിഗറോ സ്പീച്ചസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാനിതിപ്പോൾ പറയുന്നത് കോമൺ ആയിട്ട് ഫിഗറോ സ്പീച്ച്. ഇപ്പോൾ ഫിഗറോ സ്പീച്ച് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ഡിഗ്രി PG ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ് ഫിഗറോ സ്പീച്ചസ്. സോ സിമിലി ഒരു കമ്പാരിസൺ ആണ്. സിമിലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ ഒരു സെൻറ്റൻസിൽ ലൈക്ക്, ആസ് ഈ രണ്ട് വേർഡിൽ ഏതെങ്കിലും ഒന്ന് കാണും. അങ്ങനെയാണെങ്കിൽ സിമിലി ആയിരിക്കും. ദ ക്യാറ്റ് വാസ് ആസ് ഫ്ലഫി ആസ് എ ക്ലൗഡ്. മെറ്റഫർ കമ്പാരിസൺ ആണ്. സിമിലി എന്ന് പറയുമ്പോൾ ലൈക്കും ആസും വരും. മെറ്റഫർ കമ്പാരിസൺ ദാറ്റ് സ്റ്റേറ്റ് വൺ തിങ് ഈസ് അനദർ. ഒന്ന് മറ്റൊന്ന് ആണെന്ന് പറയുന്നതാണ് മെറ്റഫർ. ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. സ്നോ എന്ന് പറയുന്നത് വൈറ്റ് ബ്ലാങ്കറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആണെന്ന് പറയുന്നത്. മറ്റേത് ഒന്ന് ലൈക്ക്, സിമിലിയിൽ ലൈക്കും ആസും എന്ന് പറഞ്ഞ് വേർഡ് വേണം.
മെറ്റഫർ വൺ തിങ് ഈസ് അനദർ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗീവൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ഓർ ആനിമൽസ്. ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ദ വിൻഡ് വിസ്പേർഡ് സീക്രട്ട് ത്രൂ ദ ട്രീസ്. ദ വിൻഡ് വിസ്പേർഡ് സീക്രട്ട് ത്രൂ ദ ട്രീസ്. അവിടെ ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വിസ്പറിങ് ദാറ്റ് മീൻസ് സംസാരിക്കുക, അത് ഹ്യൂമൻ ക്വാളിറ്റി ആണല്ലോ. ഓക്കെ. ഹൈപ്പർബോളെ. ഹൈപ്പർബോളെ എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ, ഒരു കാര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതൽ പൊലിപ്പിച്ച് പറയുമെന്ന് പറയത്തില്ല, അതാണ് ഹൈപ്പർബോളെ. ആൻഡ് ഐ എം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. ഇതേപോലെ ഇങ്ങനെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് ഹൈപ്പർബോളെ. നെക്സ്റ്റ് വൺ ഈസ് അലിട്രേഷൻ. അലിട്രേഷൻ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു ലൈൻ, ഒരു പോയത്തിൻ്റെ ലൈനിൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. പീറ്റർ പിപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പേഴ്സ്. എന്നതെല്ലാം പേർ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ്സ് അലിട്രേഷൻ. ഓക്കെ. Next one is onomatopoeia. Onomatopoeia means imitate sounds. Words that imitate sounds. Words sound imitate ചെയ്യുന്നതാണ് ഓണമറ്റോപ്പിയ എന്ന് പറയുന്നത്. ദ ബസ്സിങ് ഓഫ് ദ ബീസ് ഫിൽ ദ എയർ. ബസ്സിങ് സൗണ്ട് ഒക്കെയാണ് ഓണമറ്റോപ്പിയ എന്ന് പറയുന്നത്. ആ വേർഡ് തന്നെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഓക്സിമറോൺ മീൻസ് കമ്പൈനിങ് കോൺട്രഡിക്ടറി ടേംസ്. ലീവിങ് ഡെഡ്, അത് രണ്ടും കോൺട്രഡിക്ടറി ആണ്. ഡെഫനിങ് സൈലൻസ്, ഇത് എല്ലാം ഒരു കോൺട്രഡിക്ടറി ടേംസ് ആണ്. ഓക്സിമറോൺ. ഓക്സിമറോൺ മീൻസ് കമ്പൈനിങ് കോൺട്രഡിക്ടറി ടേംസ്. നെക്സ്റ്റ് വൺ ഈസ് ഐറണി. എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് സെഡ്. നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐറണി. ഡ്രമാറ്റിക് ഐറണി ഉണ്ട്. ഓക്കെ. ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ദ ഫയർ സ്റ്റേഷൻ ബേൺ ഡൗൺ. ദ ഫയർ സ്റ്റേഷൻ ബേൺ ഡൗൺ. മെറ്റോണമി, യൂസിങ് എ വേർഡ് ഓർ ഫ്രേസ് ടു സ്റ്റാൻഡ് ഫോർ സംതിങ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇറ്റ്. ദ ക്രൗൺ. ക്രൗൺ എന്ന് പറയുന്നത് എന്തിനെ സിഗ്നിഫൈ ചെയ്യും? മൊണാർക്കി. ലൈക്ക് ദാറ്റ്. നമ്മൾ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സിറ്റുവേഷണൽ വേർഡ്, ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് യൂസ് ചെയ്യുന്നതാണ് മെറ്റോണമി. യൂവിമിസം. യൂവിമിസം മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ മൈൽഡ്, ഇൻഡയറക്റ്റ് ഓർ വേഗ് ടേം ഫോർ വൺ കൺസിഡർ ഹാർഷ്, ബ്ലണ്ട് ഓർ ഒഫെൻസീവ്. പാസ്ഡ് അവേ ഇൻസ്റ്റെഡ് ഓഫ് ഡെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മൈൽഡായിട്ടുള്ള വേർഡ് ഒരു സീരിയസ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് യൂഫിമിസം. ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ്. ആക്ച്വലി ഇതാണ് 2015 വന്ന ഫിഗർ ഓഫ് സ്പീച്ച്. എലിജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ചയിൽ ഒരു ലൈൻ, ഒരു പോയത്തിൽ ഒരു ലൈൻ തന്നിട്ട് ഇത് അതിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റിനെ കുറിച്ചായിരുന്നു അത്. is usually used to describe one thing is transferred to another. ഒരു കാര്യം മറ്റൊന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ഹാഡ് എ വണ്ടർഫുൾ ഡേ. ദ ഡേ ഈസ് നോട്ട് ഇൻ ഇറ്റ്സെൽഫ് വണ്ടർഫുൾ. ദ സ്പീക്കർ ഹാഡ് എ വണ്ടർഫുൾ ഡേ. ഓക്കെ. സ്പീക്കറിന് വണ്ടർഫുൾ ഡേ ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച. നിങ്ങൾ ഈ പോയം നല്ലപോലെ റീഡ് ചെയ്യണം. ബിക്കോസ് എല്ലാ ലൈനും നമ്മൾ നല്ലപോലെ റീഡ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഫിഗർ ഓഫ് സ്പീച്ചസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. നിങ്ങൾ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് യു ക്യാൻ നോട്ട് ദിസ് വൺ ഓൾസോ. പേഴ്സോണിഫിക്കേഷൻ അതിനകത്ത് ഏതൊക്കെ ഏരിയയിലാണ്, അലിട്രേഷൻ ഉണ്ട്, മെറ്റോണമി ഉണ്ട്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഫസ്റ്റ് യു റീഡ് ദ ടെസ്റ്റ്. ഇതിൽ വരുന്ന പേഴ്സോണിഫിക്കേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് എല്ലാം. ദ ഔൾ ഡസ് ടു ദ മൂൺ കംപ്ലൈനിങ് ഒക്കെയാണ്. അത് നമുക്കവിടെ ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. ദ എർത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് yielding ടു ദ പോയറ്റ്സ് ഫുട് സ്റ്റെപ്സ്. ദ ഗ്രേവ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് മൗൾഡറിങ്. ഇതെല്ലാം ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതാണ്. ലെറ്റ് നോട്ട് ambition mock the useful tool.
ഞാൻ നമ്മുടെ സ്റ്റാൻസാസും എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ നോട്ട് ദാറ്റ് ഇൻ യുവർ ടെസ്റ്റ്. ഓക്കെ, ആ ഒരു പോയത്തിൽ നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം. ദ ബൂസ്റ്റ് ഓഫ് ഹെറൾട്രി, ദ പോംബ് ഓഫ് പവർ, അത് ഇവിടെ പേഴ്സണിഫിക്കേഷനും ഉണ്ട്. ആക്ച്വലി ദ പോംബ് ഓഫ് പവർ അത് അലിട്രേഷനും കൂടെയാണ്. ആൻഡ് ഓൾ ദാറ്റ് ബ്യൂട്ടി, ഓൾ ദാറ്റ് വേൾഡ് അവർ ഗേവ്, സ്റ്റാൻസ 9 വരുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കറിയാം എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. ദാറ്റ്സ് വൈ പേഴ്സോണിഫിക്കേഷൻ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതാണെന്ന് ഓർത്ത് വെക്കുക. ഫ്ലാറ്ററി ക്യാൻ സൂത്ത്, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വേർഡ്സ്. ഓക്കെ, ഡെത്ത് possesses എ കോൾഡ് എയർ, ഹാൻഡ്സ് മൈറ്റ് ഹാവ് ബീൻ swayed, knowledge to their eyes her ample page. നോക്കി, ഡെത്ത്, ഹാൻഡ്സ്, ഹെർ, നോളജ് ടു ദെയർ ഐസ്, ഹെർ ആംബിൾ പേജ്. അവിടെ ഹെർ ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ദ ഫെമിനിൻ പ്രോണൗൺ ഹെർ ഈസ് യൂസ്ഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് നോളജ്. നോളജിനെ അവിടെ ഹ്യൂമൻ ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് ഡംപ്, ഫോർഗെറ്റ്ഫുൾനെസ്സിനെ ഡംപായിട്ട് കമ്പയർ ചെയ്യുന്നത്. ദ വോയിസ് ഓഫ് നേച്ചർ, വോയിസ്. ഓക്കെ, ഇതൊക്കെ പേഴ്സോണിഫിക്കേഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് അലിട്രേഷൻ. അലിട്രേഷൻ നമുക്കറിയാം, റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് അലിട്രേഷൻ. അലിട്രേഷൻ വേർഡ്സ് ആണ് വേവറി വേ, സോളം സ്റ്റിൽനെസ്. വേവറി വേ ആക്ച്വലി ഇത് ട്രാൻസ്ഫേർഡ് എപ്പിറ്റേറ്റും കൂടെയാണ് വേവറി വേ. ഇത് ഇവിടെ അലിട്രേഷനാണ് നമ്മൾ നോക്കുന്നത്. ഈസ് റിപ്പീറ്റഡ് ഇൻ പോംബ് ഓഫ് പവർ, ലോങ് ഇൻ ലിങ്ക്ചറിങ്. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വേർഡ്സ്. ഓക്കെ, ഹെർ ഹാപ്പിലി സം hoary headed swain may sway, sound is repeated in plowman, homeward plods its wavery way, sound swallow straw shed. ഈ ഒരു ലൈൻസ് ഒക്കെ അലിട്രേഷൻ വരുന്നതാണ്. സൗണ്ട് ഇൻ കോക്ക് ക്ലാരിയോൺ. ഓക്കെ, lines is also mentioned here, noting down. Sound is repeated in woeful van. Sound, crest, crossed. The mopping owl does to the moon complain. Sound is repeated there. അത് the mopping owl does to the moon complain നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അത് പേഴ്സോണിഫിക്കേഷൻ കൂടിയാണ്. Repetition of sound in glory led but to the grave. സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് പ്ലോമാൻ, ഹോംവേർഡ് പ്ലോസ് ഈസ് വേവറി വേ. വേവറി വേ ആണ് അവിടെ ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് ആണ്. ഓണമറ്റോപ്പിയ, പ്ലൗമാൻ, ഹോംവേർഡ്, പ്ലൗഡ്സ്, ഫോളോയിങ്, ട്വിറ്ററിങ്. ഇതൊക്കെ ഓണമറ്റോപ്പിയാണ്. ഓണമറ്റോപ്പിയ മീൻസ് വേർഡ്സ് ആ ഒരു സിറ്റുവേഷന് സൗണ്ട് ചെയ്യുന്നതാണ്. ബസ് സൗണ്ട്, ബിയുടെ ബസ് സൗണ്ടൊക്കെ ഓണമറ്റോമിക് വേർഡാണ്. യൂഫിമിസം നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതാണ് യൂഫിമിസം എന്ന് പറയുന്നത്. ലവ്ലി ബഡ് ഈസ് എ ജെൻറ്റിൽ വേ ടു റെഫർ ഗ്രേവ് ഓർ ബറിയൽ പ്ലോട്ട്. സ്ലീപ്പ് ഇവിടെ റെഫർ ചെയ്യുന്നത് ഡെത്തിനെയാണ്. ഇൻഎവിറ്റബിൾ അവോ ഡെത്തിനെയാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ആ ഒരു സമയം. ക്ലോസിംഗ് ആയി അത് നമ്മൾ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് യൂഫിമിസം. Okay, let's start MCQ section of this poem. How many poems of Thomas Gray were published during his lifetime? Only 13 poems. Next question. How many stanzas are there in the poem? 32 stanzas. The poet began writing this poem in ഈ പോയം എഴുതാൻ തുടങ്ങിയ വർഷം 1742 എന്നാണ് എഴുതാൻ തുടങ്ങിയത്. ആൻഡ് വെൻ വാസ് ദ പോയം കംപ്ലീറ്റഡ് ബൈ ദ പോയറ്റ്? 42 എഴുതി തുടങ്ങി എന്ന് ഈ പോയം എഴുതി അവസാനിപ്പിച്ചു 1750. വെൻ വാസ് ഇറ്റ് പബ്ലിഷ്ഡ്? പബ്ലിഷ് ചെയ്ത ഇയർ 1751. The poem was first published at a quarto pamphlet.
The poem was inspired by the death of റിച്ചാർഡ് വെസ്റ്റ്. ഈ പോയം ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ വ്യക്തിയാണ് റിച്ചാർഡ് വെസ്റ്റ്. പക്ഷേ ഈ പോയം റിച്ചാർഡ് വെസ്റ്റിനെ കുറിച്ചുള്ള ഒരു എലിജി അല്ല. ഇതൊരു ചർച്ച് യാർഡിൽ, അവിടുത്തെ ഗ്രേവ് യാർഡിൽ, ചർച്ച് റോഡ് ഗ്രേവ് യാർഡ്, അവിടെ പോയിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അനുഭവം, അവിടുത്തെ ഒരു സിറ്റുവേഷൻ, അവിടെ ചെന്നപ്പോൾ പോയിട്ടിന് ഫീൽ ചെയ്തതാണ് ഈ എലിജി. ഓക്കെ, അത് കോമൺ പീപ്പിൾ, അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പറയുന്നില്ല. വാട്ട്സ് ദ ഒറിജിനൽ ടൈറ്റിൽ ഓഫ് ദ പോയം? സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. An elegy written in a country churchyard is a pastoral elegy. Initially, who helped to make this poem popular? Horace Walpole. Horace Walpole. The poem was first published a quarto pamphlet. A quarto pamphlet. When was it published first? On 16th February 1751. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ് ഇയർ, അതിൻ്റെ ഡേറ്റും കൂടെ ഓർത്ത് വെച്ചോണം. 16th February 1751. Who wrote the preface of this poem? Preface എഴുതിയത് ഹൊറേസ് വാൽപോൾ ആണ്. The boast of heraldry signifies the pride of high birth. What does the Hamlet stand for in this poem? What does the Hamlet stands for? Ancestors. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. നെക്സ്റ്റ് വൺ, ലെറ്റ് നോട്ട് ambition mock their useful toil. As a figure of speech, let not ambition mock their useful toil. Personification. ആ പേഴ്സോണിഫിക്കേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. പ്ലീസ് റീഡ് ഇറ്റ്. The poem was first published by, who published this poem? Robert Dodsley. Robert Dodsley. What's the first line of the poem? നമുക്കെല്ലാം അറിയാം. The first line of this poem is, the curfew tolls the knell of parting day. ആ parting day ചിലപ്പോൾ അത് ഇതൊരു fill in the blanks ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. The curfew tolls the knell of dash day. പാർട്ടിംഗ് ഡേ, അങ്ങനെ പല വേർഡ്സ് തന്ന് നമ്മളത് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഫൈനൽ ലൈൻ ഓഫ് ദ പോം? പോയത്തിലെ ഫൈനൽ ലൈൻ, ഗ്രേവ് ഓൺ ദ സ്റ്റോൺ ബെനീത്ത് യു ഏജ് ടോൺ. പിന്നെ ഇതിനൊരു എപ്പിറ്റാഫ് ഉണ്ട്. എപ്പിറ്റാഫ് വരുമ്പോഴത്തേക്കിന് ഫൈനൽ ലൈൻ ആവുന്നത് ദ ബോസം ഓഫ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഗോഡ്. ഓക്കെ, അന്നേരം നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കോണം. ഈ പോം എൻഡ് ചെയ്യുന്നത് ഗ്രേവ് യാർഡ് ഓൺ ദ സ്റ്റോൺ ബെനീത്ത് യു ഏജ് ടോൺ എന്നും പറഞ്ഞാണ്. അതിൻ്റെ എപ്പിറ്റാഫിൽ ഫൈനലായിട്ടായിട്ട് വരുന്നത് ദ ബോസം ഓഫ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഗോഡാണ്. Next one, in the poem, the poet says, after death, both the rich and the poor become equal. An epitaph is a song engraved on a tombstone. എന്താണ് എപ്പിഗ്രാഫ് എന്ന് ചോദിക്കാം. An epigraph is a song engraved on a tombstone. The following poem came into my hands by accident. Stated by, ഈ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിനെ കുറിച്ച് ഇങ്ങനെ ഈ കോട്ട് പറഞ്ഞത് ആരാണ്? ദ ഫോളോയിങ് പോം കെയിം ഇൻ ടു മൈ ഹാൻഡ് ബൈ ആക്സിഡൻറ്റ്. സ്റ്റേറ്റഡ് ബൈ ഹൊറേസ് വാൽപോൾ ഇൻ പ്രിഫേസ് ഓഫ് ദ പോയം. ഇൻ പ്രിഫേസ് ഓഫ് ദ പോയത്തിലാണ് ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഒറിജിനൽ കൺട്രി ചർച്ച്യാർഡ് ദാറ്റ് പ്രൊവൈഡ് ദ ഇൻസ്പിറേഷൻ ഫോർ ദ പോയം. ഇൻസിഡൻ്റലി ദ പോയറ്റ് ഹിംസെൽഫ് ഈസ് ബറീഡ് ഹിയർ. വിച്ച് വൺ? Stockport Churchyard. Stockport Churchyard. A famous English poet translated part of the poem into Latin. Who is he? P.B. Shelley. What's the rhyme scheme of this poem? A.B. A.B. Name the stanzas formed used in the poem. Heroic quatrain.
Identify the figure of speech in the line from Gray's Elegy. The plowman homeward plods is very way. ഇത് HSA 2015 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ദ പ്ലൗമാൻ ഹോംവേർഡ് പ്ലോസ് ഈസ് വേവറി വേ. ഇതൊരു ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഹാൻഡ് ദാറ്റ് റോഡ്സ് ഓഫ് എംപയർ മൈറ്റ് ഹാവ് സ്വെയ്ഡ്. ഫൈൻഡ് ദ റെട്രിക് ഡിവൈസ്. Here the rhetoric device is synecdoche. Synecdoche means, synecdoche എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് വേർ എ പാർട്ട് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഹോൾ. ഇവിടെ ഹാൻഡ് എന്ന് പറയുന്ന വേർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു എൻറ്റയർ പേഴ്സണെയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ റൂളിനെയോ ആണ്. ഓക്കെ, ഹാൻഡ് ദാറ്റ് റോഡ് ഓഫ് എംപയർ മൈറ്റ് ഹാവ് സ്വെയ്ഡ് എന്നത് synecdoche. In which meter the poem is written? Iambic pentameter. Let not mock their useful toil. Name the figure of speech. Here the figure of speech is personification. ഇവിടെ ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്, സോറി. And that rod of empire might have swayed. The rhetoric device is synecdoche. Next question, according to the poem, the poet says that extreme dash put their desire for bearing. The poet says that extreme poverty put down their desire for bearing. Question, what time of the day it is when the poem begins? Late afternoon or twilight or dusk? ഏത് ഓപ്ഷൻ ആണെങ്കിലും വരാം. Next question, how long did Thomas Gray work on this poem? 7 years. He took 7 years to complete this poem. What's the name of the evening bell in the poem? Curfew. Which line of the poem was used as the title of a book by Thomas Hardy? ഈ പോയത്തിലെ ഒരു ലൈൻ തോമസ് ഹാർഡി തൻ്റെ ബുക്കിൻ്റെ ടൈറ്റിലാക്കിയിട്ടുണ്ട്. Far from the madding crowd. Next question, the poem Elegy refers to power and glory that fade, and to illustrate these, 3 famous figures are named in the poem. Who are they? Hampden, Cromwell and Milton. ഇവരെക്കുറിച്ചൊക്കെ ഈ പോയത്തിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, ഇവരുടെ നെയിമെല്ലാം. And everyone should read this poem. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. Next one, which animal complains in the 3rd stanza? An owl. Which sound does the speaker hear the poem? The knell of the church bell and cows lowing. ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ്, പോയത്തിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻസ് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഎവിറ്റബിൾ അവർ ഇൻ എലിജി ഈസ് ദ അവർ ഓഫ് ഡെത്ത്. അതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അവർ. ദ പോയിന്റ് സ്ട്രെസ്സസ് ഓൺ ഈക്വലൈസിങ് നേച്ചർ ഓഫ് ഡെത്ത്. കോമൺ പീപ്പിൾ, ഗ്രേറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് ഒന്നുമില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. Full many flower is born dash unseen. Fill in the blanks ആണ്. Blush. The path of dash lead but to the grave. Supply the missing word. The path of glory. The path of glory lead but to the grave. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്, fill in the blanks ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. Glory is the answer. Next one, which technique has been used in the following line? Now fades the glimmering landscape on the sight, and all the air a solemn stillness hold. Inversion. Next one is also a fill in the blanks. The dash forefathers of the hamlet sleep. Road. The road forefathers of the hamlet sleep. Here sleep means death. Okay. Next one. Flattery can soothe thee, and death possesses a cold ear. Which figure of speech is referred here? Flattery, soothing, personification. Next one, and
Drowsy tinkling lulled the distant falls. Which poetic device is applied here? Metonymy. The poet hopes to be remembered as being generous and sincere. Forgetfulness is dumb. Name the figure of speech. Personification. The poem power. Name the figure of speech. Alliteration. Next one. In this poem, the poet chiefly laments the death of those people whose potential abilities were never realized. Next question. This is also a fill in the blanks. The dash of his father and his God. The bosom of his father and his God. And last question. The epitaph, the end of the poem is written for the poet himself. ഈ ഒരു എപ്പിറ്റാഫ് എഴുതിയേക്കുന്ന പോയറ്റിൻ്റെ ടോംബിലേക്കുള്ള എപ്പിറ്റാഫായിട്ട് തന്നെയാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. താങ്ക് യു. If you like this video, please subscribe and support me. And if you like this video, please share with your friends also who are writing this exam. Thank you.